വാസ്തുവാണോ നല്ലത്, ഫെങ്ഷുയി ആണോ നല്ലതെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ചിലർക്കൊരു ഫെങ്ഷുയി ക്രേസ് ഉണ്ട് നമ്മുടെ നാട്ടിൽ. ഇതിനൊരു രണ്ടും കൂടെ ഒത്തു നോക്കുക എന്ന് പറയുന്നത് ഒട്ടും പ്രാക്ടിക്കൽ അല്ല. നമ്മൾ ഒന്നുകിൽ വാസ്തുശാസ്ത്രം നോക്കുക, ഇല്ലെങ്കിൽ ഫെങ്ഷുയി നോക്കുക. കാര്യം ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് നോക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഈ വാസ്തുശാസ്ത്രത്തിൻ്റെ ബേസിക് ബിൽഡിംഗ് ഓറിയൻറ്റേഷൻ കോൺസെപ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ ജോമെട്രി നമ്മൾ കൃത്യമായി നിശ്ചയിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ചേഞ്ചുകളൊന്നുമില്ല. പക്ഷെ ഫെങ്ഷുയി അങ്ങനെയല്ല. ഫെങ്ഷുയി നമ്മൾ ചി എന്ന് പറഞ്ഞൊരു എനർജി, അല്ലെങ്കിൽ യിങ് യാങ് എന്നുള്ള എനർജിയും, പിന്നെ അതുപോലെ തന്നെ ബാഗ്വ കലണ്ടർ, ഇങ്ങനെയൊക്കെയുള്ള വളരെ ശരിക്കും ഫെങ്ഷുയി ഞാൻ ഒരിക്കലും വില കുറച്ച് കാണുന്നതൊന്നുമല്ല. കാര്യം ഫെങ്ഷുയി ഒരു റെമഡിയൽ ആസ്പെക്റ്റിൽ പെട്ടെന്ന് ചേഞ്ചുകൾ വരുത്താൻ ഫെങ്ഷുയിൽ ഒരുപാട് എഫക്റ്റീവ്നെസ് നമ്മൾ കണ്ടിട്ടുണ്ട്. പലതും ഒപ്പീനിയൻസും കോൺട്രഡിക്ടറി ഉണ്ട്. പല ആൾക്കാർ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പം ഫെങ്ഷുയിൽ ഫിഷ് ടാങ്ക് വയ്ക്കാൻ സൗത്ത് ഈസ്റ്റ് ഭാഗത്തിന് നല്ലതായിട്ട് പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് വാസ്തുശാസ്ത്രപരമായിട്ട് ഒരിക്കലും ഈ അഗ്നികോണിൽ ഒരു ജലത്തിൻ്റെ സാന്നിധ്യം കൊണ്ടുവരിക എന്ന് പറയുന്ന അത്ര ഒരു നല്ല കാര്യമായിട്ട് കാണുന്നില്ല. ഇത്തരത്തിൽ കോൺട്രഡിക്ടറി ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല ആസ്പെക്റ്റ് രണ്ടിൽ നിന്നും എടുക്കാം. ഹായ്, നമസ്കാരം. വാസ്തുഗ്രഹത്തിൻ്റെയും മറ്റു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വാസ്തുഗ്രഹത്തിൽ ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, പലരും എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യം, വാസ്തുവാണോ നല്ലത്, ഫെങ്ഷുയി ആണോ നല്ലതെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ചിലർക്കൊരു ഫെങ്ഷുയി ക്രേസ് ഉണ്ട് നമ്മുടെ നാട്ടിൽ. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഭാരതീയ ശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് വിദേശമായി വന്ന പല കാര്യങ്ങളോടും ഇൻട്രസ്റ്റ് കാണിക്കുന്ന ഒരു പൊതു സ്വഭാവമുള്ളതിൻ്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു ഫെങ്ഷുയി എന്ന് പറയുന്നതിനെ കുറച്ച് ഇൻട്രസ്റ്റ് കാണിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ ഇതിൻ്റെ വ്യത്യാസം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് കോൺട്രഡിക്ടറി ആണെന്നുള്ളത് നമ്മൾ പറയേണ്ടി വരും. അപ്പം ഉദാഹരണത്തിന് വാസ്തു കാണുന്നത് എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് വെള്ളത്തിൻ്റെ സാന്നിധ്യത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ, ഫെങ്ഷുയി പറയുമ്പോഴത്തേക്കും അങ്ങനെ വെള്ളത്തിന് പ്രത്യേകിച്ച് ഒരു സ്ഥാനം കൽപ്പിക്കുന്നില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കാനൊരു കാര്യം എന്ന് പറഞ്ഞാൽ, വാസ്തുശാസ്ത്രം പൂർണ്ണമായും പഞ്ചഭൂത അധിഷ്ഠിതമായിട്ടാണ് കാര്യങ്ങളെ ചർച്ച ചെയ്യുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങളും അതിൻ്റെ സ്ഥാനവുമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നത്. അതുപോലെ തന്നെ ഡയറക്ഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ വാസ്തുശാസ്ത്രം എപ്പോഴും കാർഡിനൽ ഡയറക്ഷൻസ് ആയിട്ടുള്ള നമ്മുടെ മെയിൻ ഡയറക്ഷൻ തെക്ക് വടക്ക്, കിഴക്ക് പടിഞ്ഞാറ്, വടക്ക് പടിഞ്ഞാറ്, വടക്ക് കിഴക്ക്, തെക്ക് കിഴക്ക്, തെക്ക് പടിഞ്ഞാറ്, ഇങ്ങനെയുള്ള ഡയറക്ഷനെ ബേസ് ചെയ്തിട്ടാണ് വാസ്തുശാസ്ത്രം എപ്പോഴും കാര്യങ്ങളെ സംസാരിക്കുന്നത്. പക്ഷേ ഫെങ്ഷുയി എപ്പോഴും ഇതിനൊരു മാറ്റമുണ്ട്. പലപ്പോഴും ഫ്ലൈയിങ് സ്റ്റാർ എന്നൊക്കെ പറഞ്ഞുള്ള കോൺസെപ്റ്റിൽ ഓരോ സീസണിലും ഈ കാര്യങ്ങളിൽ മാറ്റം വരുന്ന രീതിയിലൊക്കെ ഫെങ്ഷുയി സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ രണ്ടും കൂടെ ഒത്തു നോക്കുക എന്ന് പറയുന്നത് ഒട്ടും പ്രാക്ടിക്കൽ അല്ല. നമ്മൾ ഒന്നുകിൽ വാസ്തുശാസ്ത്രം നോക്കുക, ഇല്ലെങ്കിൽ ഫെങ്ഷുയി നോക്കുക. കാര്യം ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് നോക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇനി വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് ഒരിക്കൽ ഒരു തവണ ബിൽഡിംഗ് ഓറിയൻറ്റ് ചെയ്ത് വച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ വേറെ മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല. ഇത്തരത്തിൽ സീസണൽ വേരിയേഷൻസോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും വാസ്തുശാസ്ത്രത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരില്ല. കാര്യം നമുക്കിപ്പോൾ വീട്ടിനകത്തേക്ക് വരുന്ന സൂര്യപ്രകാശത്തിൻ്റെയും കാറ്റിൻ്റെയൊക്കെ കാര്യത്തിൽ നമുക്കത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും, ഈ വാസ്തുശാസ്ത്രത്തിൻ്റെ ബേസിക് ബിൽഡിംഗ് ഓറിയൻറ്റേഷൻ കോൺസെപ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ ജോമെട്രി നമ്മൾ കൃത്യമായി നിശ്ചയിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ചേഞ്ചുകളൊന്നുമില്ല. പക്ഷെ ഫെങ്ഷുയി അങ്ങനെയല്ല. ഫെങ്ഷുയി നമ്മൾ ചി എന്ന് പറഞ്ഞൊരു എനർജി, അല്ലെങ്കിൽ യിങ് യാങ് എന്നുള്ള എനർജിയും, പിന്നെ അതുപോലെ തന്നെ ബാഗ്വ കലണ്ടർ, ഇങ്ങനെയൊക്കെയുള്ള വളരെ ശരിക്കും ഫെങ്ഷുയി ഞാൻ ഒരിക്കലും വില കുറച്ച് കാണുന്നതൊന്നുമല്ല. കാര്യം ഫെങ്ഷുയി ഒരു റെമഡിയൽ ആസ്പെക്റ്റിൽ പെട്ടെന്ന് ചേഞ്ചുകൾ വരുത്താൻ ഫെങ്ഷുയിൽ ഒരുപാട് എഫക്റ്റീവ്നെസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഫെങ്ഷുയി മോശമാണെന്ന രീതിയിലല്ല പറയുന്നത്. പക്ഷേ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് നോക്കുക എന്ന് പറയുന്നത് ഒട്ടും പ്രായോഗികമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ വാസ്തുശാസ്ത്രവും ഫെങ്ഷുയും കൂടെ രണ്ടും കൂടെ ഒത്ത് പോയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങളിൽ ചില സിമിലാരിറ്റി ഉണ്ടെന്നല്ലാതെ ഇതിൻ്റെ കോൺസെപ്റ്റ് വ്യത്യാസമാണ്. നമ്മൾ വാസ്തുശാസ്ത്രം നമ്മൾ വേദിക് ഫിലോസഫിയിൽ അടിസ്ഥാനപ്പെടുത്തുകയാണെങ്കിൽ, ഫെങ്ഷുയി എന്ന് പറയുന്ന താവോ ഫിലോസഫി ചൈനീസ് ആണ് സംഭവം. അപ്പം ഇതിനകത്ത് പലതും ഒപ്പീനിയൻസും കോൺട്രഡിക്ടറി ഉണ്ട്. പല ആൾക്കാർ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പം ഫെങ്ഷുയിൽ ഫിഷ് ടാങ്ക് വയ്ക്കാൻ സൗത്ത് ഈസ്റ്റ് ഭാഗത്തിന് നല്ലതായിട്ട് പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് വാസ്തുശാസ്ത്രപരമായിട്ട് ഒരിക്കലും ഈ അഗ്നികോണിൽ ഒരു ജലത്തിൻ്റെ സാന്നിധ്യം കൊണ്ടുവരിക എന്ന് പറയുന്ന അത്ര ഒരു നല്ല കാര്യമായിട്ട് കാണുന്നില്ല. ഇത്തരത്തിൽ കോൺട്രഡിക്ടറി ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട്
നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല ആസ്പെക്ട് രണ്ടിൽ നിന്നും എടുക്കാം. നല്ല ആസ്പെക്ട് രണ്ടിൽ നിന്ന് എടുക്കുമ്പോൾ ഇത്തരം കോൺട്രഡിക്ഷൻ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. ഫെങ്ഷി ഒരിക്കലും വാസ്തുശാസ്ത്രത്തിനെക്കാട്ടി മോശമാണെന്നോ അല്ലെങ്കിൽ വാസ്തുശാസ്ത്രം ഫെങ്ഷിയെക്കാളും മോശമാണെന്നോ ഒന്നും ഇവിടെ പറയുന്നില്ല. നമ്മൾ രണ്ടിനും രണ്ടിൻ്റെതായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. എന്ന് വെച്ചാൽ ഗുണങ്ങളും ദോഷങ്ങളും ഞാൻ ഉദ്ദേശിക്കുന്നത് ഇംപ്ലിമെൻറ്റേഷൻ ലെവലിലുള്ള ചാലഞ്ചുകളാണ്. പക്ഷെ ഇനി വേറൊരു കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫെങ്ഷി ഫ്ലെക്സിബിളാണ്, പക്ഷെ വാസ്തുശാസ്ത്രം വളരെ ആർക്കിടെക്ചറലി റിജിഡാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പോയിന്റ്. കാര്യം നമുക്ക് മാറ്റങ്ങൾക്ക് പെട്ടെന്ന് വഴങ്ങിത്തരുന്ന ഒരു കാര്യമല്ല വാസ്തുശാസ്ത്രം. ഫെങ്ഷിക്ക് നമുക്ക് ചില സൊല്യൂഷൻസ് എപ്പോഴും അതിനകത്ത് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു വ്യത്യാസം. ഇനി നിങ്ങൾ എന്ത് ഫോളോ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും നിങ്ങളുടെ മനസ്സ് ഏത് ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അത് ഫോളോ ചെയ്യുക.